കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങളും വയസ്സും മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞ് അവയവദാനത്തിന് പോയത് എല്ലാവരും അറിഞ്ഞിരുന്നു. ചിലരുടെ മരണം മറ്റുള്ളവർക്ക് പുതിയ ജീവൻ നൽകുന്നുവെന്ന വാർത്ത വളരെയധികം സന്തോഷമാണ്. അങ്ങനെ നടത്തുന്ന ഓപ്പറേഷനുകൾ പലതും വളരെയധികം റിസ്കി ഓപ്പറേഷനുകളുമാണ്. ഇപ്പോഴത്തെ വീണ്ടും കേരളത്തിൽ ഒരു അവയവദാനത്തിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. അഭിമാനം എന്ന് തന്നെ പറയണം. ഒരു മരണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സങ്കടം ഒരുപാട് കുടുംബങ്ങൾക്ക് കണ്ണീരൊപ്പാനുള്ള ഒരു വഴിയായി മാറുന്നതാണ് ഈ അവയവദാനം. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം നടന്നിരിക്കുന്നു. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശിയും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കുമായ ജിജിനാണ് 5 പേർക്ക് പൊതുജീവനേകിയത്. ജിജിൻ്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കരൾ, വൃക്ക, ഹൃദയം, പാൻക്രിയാറ്റിക് ഗ്രന്ഥി, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെയോടെയായിരുന്നു ജിജിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു ജിജിൻ. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കഴിയുന്ന വ്യക്തിയാണ് ജിജിൻ്റെ ഹൃദയം ദാനം ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിംസിലേക്കും ഹൃദയം എത്തിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തവുമാക്കി. വൃക്കയും നേത്രപടലങ്ങളും നൽകാനുള്ള സ്വീകർത്താക്കൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. ഒരു വൃക്കയും കരളും 9 മണിയോടെ കിംസ് ആശുപത്രിയിൽ എത്തിക്കും. ഒരു വൃക്ക മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് നൽകുക. ഫെബ്രുവരി 22-നാണ് ജിജിന് അപകടം സംഭവിക്കുന്നത്. പുലർച്ചെ വീട്ടിലേക്ക് വരുന്ന വഴി കല്ലമ്പലത്തിന് സമീപം തോട്ടക്കാട് വെച്ച് ജിജിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ജിജിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ജിജിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ എല്ലാവർക്കും വളരെയധികം കണ്ണീരണിയുന്ന വാർത്തയായി മാറി. എന്നാൽ അവയവദാനത്തിനെ കുറിച്ചുള്ള തീരുമാനം കുടുംബം എടുത്തതോടെ തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ ആ കുടുംബത്തെ ഓർത്ത് സ്നേഹം മാത്രമാണുള്ളത്. അവരുടെ ജീവൻ പോയിരിക്കുന്ന വേദനയാണ്, അവരുടെ ഹൃദയം പൊടിഞ്ഞു പോകുന്ന വേദനയിലാണ് അവരെ അവയവദാനത്തിന് തയ്യാറായത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്ത വിഷയമായി മാറുന്നു. അവയവദാനങ്ങൾ പലപ്പോഴായി കൂടി വരുന്നൊരു സാഹചര്യം ഒരു കുടുംബത്തിന് തന്നെ കണ്ണീരൊപ്പുന്ന സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ, ഇങ്ങനത്തെ അപകട മരണത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവയവദാനം ചെയ്യാനായിട്ട് മനസ്സ് കൊണ്ടുവരുന്ന കുടുംബാംഗങ്ങൾ വലിയ മനസ്സിനുടമകളാണ് എന്ന് തന്നെ പറയണം. ഈ സമയത്ത് ആളെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ വികാരഭരിതമായി മറുപടി പറയുന്നവരാണ് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളവർക്കിടയിൽ തന്നെ അവയവദാനത്തിന് അവർ തന്നെ തീരുമാനമെടുക്കുകയും അത് നൽകുകയും ചെയ്യുന്നത് ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ആ ഒരു അവസ്ഥയിൽ അത് പറയുന്നത് വളരെയധികം നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അത് എന്നും ഒരു നന്മയും ആ കുടുംബത്തിനൊരു ഐശ്വര്യവും ലഭിക്കുന്നൊരു കാര്യം തന്നെയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.